മെക്സിക്കോയ്ക്ക് പിന്നാലെ കാനഡയ്ക്കെതിരായ ഇറക്കുമതി തീരുവയും മരവിപ്പിച്ച് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഒരു മാസത്തേക്കാണ് ഇറക്കുമതി തീരുവ ചുമത്തൽ നടപടി മരവിപ്പിച്ചിരിക്കുന്നത്. അതിർത്തി സുരക്ഷ വർദ്ധിപ്പിക്കണമെന്ന യുഎസിന്റെ ആവശ്യം കാനഡ അംഗീകരിച്ചതോടെയാണ് ട്രംപിന്റെ താൽക്കാലിക പിന്മാറ്റം. മെക്സിക്കോയ്ക്കും കാനഡയ്ക്കുമെതിരെ ചുമത്തിയിരുന്ന 25% ഇറക്കുമതി തീരുവ ഇന്ന് പ്രാബല്യത്തിൽ വരാനിരിക്കെയാണ് പുതിയ സംഭവവികാസമുണ്ടായിരിക്കുന്നത്. കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുമായി ഡൊണാൾഡ് ട്രംപ് നടത്തിയ ഫോൺ സംഭാഷണങ്ങളെ തുടർന്നാണ് ഇറക്കുമതി തീരുവ ചുമത്തൽ നടപടി മരവിപ്പിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ ആവശ്യങ്ങൾ കാനഡ അംഗീകരിച്ചതോടെയാണ് ട്രംപിന്റെ പ്രഖ്യാപനം. അമേരിക്കയിലേക്കുള്ള അനധികൃത കുടിയേറ്റം തടയാൻ അതിർത്തി സുരക്ഷാ സംവിധാനങ്ങൾ വർദ്ധിപ്പിക്കുമെന്നാണ് കാനഡയുടെ ഉറപ്പ്. ഇതിനായി $1.3 ബില്യൺ സംവിധാനങ്ങൾ കാനഡ വിന്യസിക്കും. ഹെലികോപ്റ്ററുകൾ, ഡ്രോണുകൾ തുടങ്ങിയവ ഇവയിൽ ഉൾപ്പെടുന്നുണ്ട്. അതിർത്തി സുരക്ഷയ്ക്കായി 10,000 ഉദ്യോഗസ്ഥരെ വിന്യസിക്കും. മയക്കുമരുന്നിനെതിരായ ഫെന്റലിന്റെ അനധികൃത കടത്ത് തടയാൻ ഇരു രാജ്യങ്ങളും സംയുക്ത ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കും. ഇതിനായി $200 മില്യൺ കാനഡ വകയിരുത്തും. കൂടാതെ ഫെന്റനൈൽ സാറിനെ കാനഡ നിയമിക്കുമെന്നും ജസ്റ്റിൻ ട്രൂഡോ അറിയിച്ചു. പ്രസിഡന്റ് ട്രംപുമായി ഫോണിൽ സംസാരിച്ചുവെന്ന് ജസ്റ്റിൻ ട്രൂഡോ എക്സിലൂടെ അറിയിക്കുകയും ചെയ്തു. പുതിയ ഹെലികോപ്റ്ററുകൾ, സാങ്കേതിക വിദ്യ, ഉദ്യോഗസ്ഥർ എന്നിവ ഉപയോഗിച്ച് $1.3 ബില്യൺ അതിർത്തി സുരക്ഷാ പദ്ധതി കാനഡ നടപ്പിലാക്കുകയാണ്. യുഎസ് കാനഡ പങ്കാളിത്തം മെച്ചപ്പെടുത്തുന്നതിനായി ഫെന്റലിന്റെ ഒഴുക്ക് തടയുന്നതിനുള്ള വിഭവങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഏകദേശം 10,000 മുൻനിര ഉദ്യോഗസ്ഥർ അതിർത്തി സുരക്ഷ ഒരുക്കുന്നതിനായി പ്രവർത്തിക്കുന്നുണ്ട്. ഫെന്റനൈൽ സാറിനെ കാനഡ നിയമിക്കും. ഫെന്റനൈൽ കടത്തുകാരെ തീവ്രവാദികളായി പ്രഖ്യാപിക്കും. അതിർത്തിയിൽ 24 മണിക്കൂർ നിരീക്ഷണം ഉറപ്പാക്കും. സംഘടിത കുറ്റകൃത്യങ്ങൾ, ഫെന്റനൈൽ, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നിവയെ ചെറുക്കുന്നതിന് കാനഡ യുഎസ് സംയുക്ത സ്ട്രൈക്ക് ഫോഴ്സ് ആരംഭിക്കുമെന്നും ജസ്റ്റിൻ ട്രൂഡോ എക്സിൽ കുറിച്ചിട്ടുണ്ട്. അതേസമയം മെക്സിക്കോയ്ക്കെതിരായ ഇറക്കുമതി തീരുവയും യുഎസ് മരവിപ്പിച്ചു. മെക്സിക്കൻ പ്രസിഡന്റ് ക്ലൗഡിയ ഷെയ്ൻബോയുമായി ട്രംപ് നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് പ്രഖ്യാപനം. അതിർത്തി സുരക്ഷ വർദ്ധിപ്പിക്കുമെന്ന മെക്സിക്കോയുടെ ഉറപ്പിന്മേലാണ് പിന്മാറ്റം. അഭയാർത്ഥി പ്രവാഹം തടയാൻ 10,000 മെക്സിക്കൻ സൈനികരെ അതിർത്തിയിലേക്ക് വിന്യസിക്കുമെന്ന് പ്രസിഡന്റ് ക്ലൗഡിയ ഷെയ്ൻബോ ട്രംപിനെ അറിയിക്കുകയും ചെയ്തു. മെക്സിക്കോയ്ക്കും കാനഡയ്ക്കുമെതിരെ 25%, ചൈനയ്ക്കെതിരെ 10% ഇറക്കുമതി തീരുവ ചുമത്താനുള്ള യുഎസിന്റെ തീരുമാനം യുഎസ്, യൂറോപ്യൻ, ഏഷ്യൻ വിപണികളെ ബാധിച്ചിരുന്നു. കാനഡയും യുഎസിന് തീരുവ ചുമത്തുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഡൊണാൾഡ് ട്രംപ് തീരുവ ചുമത്താൽ സാധ്യമാകുന്ന എല്ലാ രീതിയിലും തിരിച്ചടിക്കുമെന്നാണ് ജസ്റ്റിൻ ട്രൂഡോ മുന്നറിയിപ്പ് നൽകിയിരുന്നത്. കാനഡയെ അമേരിക്കയോട് ചേർക്കണമെന്ന് ട്രംപ് ആവർത്തിച്ചു പറയുമ്പോൾ അതിനും രാജ്യം ശക്തമായി മറുപടി നൽകിയിരുന്നു. രാജ്യം വിൽക്കാൻ വെച്ചിരിക്കുകയല്ല എന്നാണ് കാനഡ മറുപടി നൽകിയത്. രാജ്യത്തിന്റെ യുഎസ് അതിർത്തിയിൽ ശക്തമായ നിരീക്ഷണവും സുരക്ഷാ നടപടികളും കാനഡ നേരത്തെ തന്നെ നടപ്പിലാക്കിയിരുന്നു. രാജ്യാന്തര സംഘടിത കുറ്റകൃത്യങ്ങൾ ലക്ഷ്യമിട്ടുള്ള സംയുക്ത സ്ട്രൈക്ക് ഫോഴ്സ് ഉൾപ്പെടെയുള്ള സുരക്ഷാ നടപടികളാണ് കാനഡ ഒരുക്കിയത്. കാനഡയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള കുടിയേറ്റം തടഞ്ഞില്ലെങ്കിൽ കനത്ത നടപടികൾ രാജ്യം നേരിടേണ്ടി വരുമെന്നും ട്രംപ് കാനഡയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. നിർമ്മാണ ജോലികൾ യുഎസിലേക്ക് തിരികെ കൊണ്ടുവരിക, യുഎസിലേക്കുള്ള മയക്കുമരുന്ന് കടത്ത്, നിയമവിരുദ്ധ കുടിയേറ്റം തുടങ്ങിയവ ചൂണ്ടിക്കാട്ടിയായിരുന്നു ട്രംപിന്റെ താരിഫ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനമുണ്ടായത്. ഇതിന് പിന്നാലെയാണ് കാനഡ പുതിയ അതിർത്തി നിയമങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തത്.